പ്രിയ സുഹൃത്തുക്കളെ, ഈ ജനപ്രിയ നായകൻ എന്നറിയപ്പെട്ടിരുന്ന സിനിമാ നടൻ ദിലീപ് എൻ്റെ ഒരു അയൽവാസിയും അകന്ന ബന്ധുവുമാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ എന്ന് ഞാൻ വിചാരിക്കും. ഞങ്ങൾ വളരെ അടുപ്പക്കാരാണ്. കുട്ടിക്കാലം മുതൽക്ക് നന്നായിട്ട് അറിയാം. എന്നെക്കാളും 4-5 വയസ്സിൻ്റെ എളുപ്പമേ ഉള്ളൂ ദിലീപിന്. അദ്ദേഹം പിന്നെ മുടിയൊക്കെ കറുപ്പിച്ച് യോഗ്യനായിട്ട് നടക്കുന്നുണ്ട്. വളരെ ചെറുപ്പക്കാരനായിട്ട് തോന്നും എന്ന് മാത്രം. അപ്പോൾ ഈ ദിലീപ് ഞാനും കുട്ടിക്കാലം മുതൽ നന്നായിട്ട് അറിയുന്നവരാണ്. ഞങ്ങൾ പണ്ട് ഈ വേനൽക്കാലത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ വയലിൽ ഫുട്ബോൾ കളിച്ചിരുന്നവരാണ്. പിന്നീട് അദ്ദേഹം താമസം അവിടെ നിന്ന് മാറ്റി ഹരിശ്രീ എന്ന് പറഞ്ഞ ഒരു മിമിക്രി ട്രൂപ്പിൽ ചേർത്ത് ഒരു കലാകാരനായി. പിന്നെ കോടമ്പക്കത്ത് പോയി സഹസംവിധായകൻ, ചെറിയ റോളുകളിൽ അഭിനയിക്കുന്ന നടനുമായി. പിന്നീട് മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചു, നായക നടനായി. മലയാള സിനിമയിൽ മുടി ചൂടാമന്നനായി. അങ്ങനെ ഉയർന്നു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന് അന്നും ഇന്നും കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം ഇങ്ങനെയുള്ള ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവരെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് ആദ്യം മുതലേ തന്നെ ഈ സംഭവം ഉണ്ടായിന്ന് കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ പുറകിൽ ഇദ്ദേഹത്തിൻ്റെ കറുത്ത കൈയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഞാൻ ഊഹിച്ചു. എന്തുകൊണ്ട് ഊഹിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൈ അതിൻ്റെ അകത്തുണ്ട് എന്ന കാര്യത്തിൽ. പോലീസുകാരൊക്കെ അദ്ദേഹത്തെ സംശയിക്കുന്നതിന് മുമ്പ് തന്നെ. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ പൾസർ സുന്നി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതുപോലെ 3-4 പേര് മാത്രമേ ഉള്ളൂ, ഇതിനപ്പുറത്ത് വേറെ ആരുമില്ല എന്ന് നമ്മുടെ കാരണഭൂതൻ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഈ വിഷയം പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നതിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അന്നത്തെ തൃക്കാക്കര MLA പ്രിയപ്പെട്ട PT തോമസ് എറണാകുളത്ത് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ ഒരു ദിവസം ഉപവാസ സമരം നടത്തി. അപ്പോൾ ഇദ്ദേഹം എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്, PT തോമസ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രാം തീയതി ശനിയാഴ്ച ഇവിടെ ഉപവാസ സമരം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഞാനതിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം അറിയിച്ചു. ഈ വിഷയം പുറത്തുകൊണ്ടിരുന്നതിൽ PT തോമസ് നടത്തിയ പോരാട്ടത്തെ ഞാൻ അഭിനന്ദിച്ചു. അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ടു. അവിടെ വെച്ച് PT തോമസിൻ്റെ അന്തർനാടകങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇന്ന ആളുകൾക്ക് ഇതിനകത്ത് യഥാർത്ഥത്തിൽ പങ്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ജാമ്യം കിട്ടാതെ കുറച്ചധികം ദിവസം ജയിലിൽ കഴിയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ടെലിവിഷൻ ചർച്ചകളിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത ആളെയാണ്. എല്ലായ്പ്പോഴും ദിലീപിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ ദിലീപിനെ കോടതി വെറുതെ വിട്ടേക്കാം. എന്നിരിക്കലും അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള പങ്ക് നിസ്തർക്കമാണ് എന്ന് ഞാൻ വിചാരിക്കും. എന്തുകൊണ്ടങ്ങനെ വിചാരിക്കുമെന്ന് വെച്ചാൽ കോടതിയിലെ തെളിവ് മാത്രമല്ലല്ലോ, അല്ലാതെ പല തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ദിലീപ് ഞാൻ തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലായിരുന്നു, അതിപ്പോൾ ഏത് രീതിയിലാണ് എന്ന് നിങ്ങളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. ഇപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പണ്ടേ തന്നെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. ഇപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ ഈ സമീപ ദിവസം ദിലീപിൻ്റെ ഒരു സിനിമ റിലീസായി. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് മറ്റാണ് സിനിമയുടെ പേര്. ഞാൻ ദിലീപിൻ്റെ സിനിമ എന്നല്ല, സിനിമകൾ തന്നെ ഇപ്പോൾ വളരെ തീരെ കാണാറില്ല എന്ന് പറയാം. ഞാൻ അവസാനമായിട്ട് കണ്ട സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് KP കുമാരൻ സംവിധാനം ചെയ്ത ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ വിശ്വാസം. അതിനുശേഷം ഒന്നും തന്നെ കണ്ടിട്ടില്ല. കാരണം കാണാൻ പാകത്തിനുള്ള സിനിമകളും അങ്ങനെ വരുന്നില്ല. ഈ ദിലീപും ഹരിശ്രീ അശോകനൊക്കെ മലയാള സിനിമയിൽ വളരെ സജീവമായതിനു ശേഷമാണ് ഞാൻ സിനിമകളിൽ തന്നെ നിർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ സിനിമ ഞാൻ കണ്ടില്ല, കാണാനും ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ CPM ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ഈ സിനിമ കാണുന്നുണ്ട്. ഒരു നവാഗത സംവിധായകനാണത്രേ ഇത് സംവിധാനം ചെയ്തത്. ആ സംവിധായകൻ ബേബി സഖാവിനോട് അഭ്യർത്ഥിച്ചു, സഖാവേ എൻ്റെ സിനിമ റിലീസായിട്ടുണ്ട്, ഒന്ന് കാണണം. അപ്പോൾ സഖാവ് വിപ്ലവം ശക്തിപ്പെടുത്താൻ വേണ്ടി ഡൽഹിയിൽ പോയിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഡൽഹിയിലെ ഒരു തിയേറ്ററിലും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞ് സഖാവ് ആ സിനിമയ്ക്ക് പോയി. സിനിമ അദ്ദേഹം കണ്ടു, അവസാനം വരെ കണ്ടു. അദ്ദേഹത്തിന് തരക്കേടില്ല എന്ന അഭിപ്രായമാണ് തോന്നിയത്. ബേബി സഖാവ് നിഷ്കളങ്കനായതുകൊണ്ടും സത്യസന്ധനായതുകൊണ്ടും ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാൻ താല്പര്യമില്ലാത്ത ആളായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ബേബി എന്നാണല്ലോ, ശിശു സഹജമായ ഒരു നിഷ്കളങ്കത ഉള്ളതുകൊണ്ടും പുള്ളി ഇത് വലിയ തരക്കേടില്ലാത്ത സിനിമയാണ് എന്ന അഭിപ്രായം പൊതുമധ്യത്തിൽ പ്രകടിപ്പിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണോ അതോ ബൈറ്റ് കൊടുത്താണോ എന്നറിയില്ല. ഏതായാലും ഇത് കണ്ടപ്പോൾ ഈ നാട്ടിലെ ഒരുപാട് പുരോഗമന ജനാധിപത്യ നവോത്ഥാന ബുദ്ധിജീവികൾ കോപാകുട്ടായി. MA ബേബിയെ പോലൊരാൾ
അതിലുപരി CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ആൾ അഭിനയിച്ച സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റ് ചെയ്തത് തെറ്റായിപ്പോയി എന്നിവരെ കൂടി ഉറഞ്ഞു തുള്ളി. സാമൂഹ്യ മാധ്യമത്തിലെ ഈ ഫെമിനിസ്റ്റുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ശബ്ദമുയർത്തി. ബേബി സഖാവ് പോലും ഒരു വേള നടുങ്ങിപ്പോയി. ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടാവുമെന്ന് പുള്ളി വിചാരിച്ചില്ല. ഇത് ദിലീപ് അഭിനയിച്ച സിനിമയാണെന്നുള്ള കാര്യം പുള്ളി ആ നേരത്ത് ഓർത്തില്ല. ഈ സംവിധായകൻ്റെ പേര് മാത്രമേ ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. ദിലീപിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച മറ്റേതെങ്കിലും നടനെക്കുറിച്ചോ നടിയെക്കുറിച്ചോ പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ സഖാവ് ആകെ ചകിതനായി. പുള്ളി പറഞ്ഞു ഇത് ദിലീപിൻ്റെ സിനിമയാണ് എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല, ഞാൻ കുറേ കൂടി ജാഗ്രത പുലർത്തേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അഭിപ്രായം സിനിമ മോശമില്ല എന്ന അഭിപ്രായം ശരിയാണെങ്കിൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ് തടി സലാമത്തായി. ഈ സമയത്ത് തന്നെ ഏതാണ്ട് നമ്മുടെ മൗദൂദി ചാനൽ അടുപ്പൂട്ടി ചർച്ചയിൽ ഈ വിഷയം പരാമർശിച്ചു. MA ബേബിക്ക് യാതൊരു സാമൂഹ്യ ബോധ്യവുമില്ല, അദ്ദേഹം പിന്തിരിപ്പൻ അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ ഏതൊരു ഫാൽഗുൻ ഉണ്ട്, അയാളെപ്പോലെ ഫിലിം റിവ്യൂ നടത്തേണ്ട ആളല്ല MA ബേബി എന്നൊക്കെ ഇവർ പറഞ്ഞു. ഏതായാലും ബേബി സഖാവ് അഭിപ്രായം തിരുത്തിയില്ല എങ്കിൽ പോലും കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്ന പോയിന്റിലെത്തി നിൽക്കുക. എൻ്റെ സംശയം അതല്ല. ഈ ദിലീപ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വളരെ മോശപ്പെട്ട കേസിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ആളാണ് എന്ന് കരുതി അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കുന്നതിന് വല്ല വില കൂട്ടും. സിനിമയിൽ ഇദ്ദേഹം മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ ആളുകൾ വേറെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ദിലീപിനെ കാണാൻ വേണ്ടി മാത്രമല്ലല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി ആണെങ്കിലും കമ്മാര സംഭവമാണെങ്കിലും കാണാൻ പോകുന്നു, ഒരിക്കലുമല്ല. അപ്പോൾ ആ സിനിമയെ എതിർക്കുന്നതിൽ ആക്ഷേപിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇനി സിനിമ കണ്ടിട്ട് അത് തരക്കേടില്ലെന്ന അഭിപ്രായം തോന്നിക്കഴിഞ്ഞാൽ അത് പറയുന്നതിന് എന്താണ് തടസ്സം? MA ബേബിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആണെന്ന കാരണത്താൽ അദ്ദേഹത്തിന് തരക്കേടില്ല, കൊള്ളാം എന്ന് തോന്നിയ ഒരു സിനിമയെക്കുറിച്ച് കൊള്ളാം എന്നുള്ള അഭിപ്രായം പറയാൻ പാടില്ലേ? ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതേ അഭിപ്രായം നമ്മുടെ സിദ്ദിഖ് അഭിനയിച്ച സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഏത് രീതിയിൽ പ്രതികരിക്കും? എനിക്ക് സംശയമുണ്ട്. ആ സിദ്ദിഖ് ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്ന ആളാണ്. പോട്ടെ, ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് വിചാരണ നേരിട്ട് വേറൊരാളുടെ പേര് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ പേര് ജഗദീഷ് ശ്രീകുമാർ എന്നാണ്. ജഗദീഷ് ശ്രീകുമാർ അഭിനയിച്ച എല്ലാ സിനിമയും ഇവർ ബഹിഷ്കരിക്കും. ജഗദീഷ് ശ്രീകുമാർ അഭിനയിച്ച സിനിമ TV-യിൽ വരുമ്പോൾ അവർ TV-യുടെ ചില്ല് തല്ലി പൊട്ടിക്കും, ഒന്നും ചെയ്യില്ല. അങ്ങനെയൊന്നും ആരെയും ബഹിഷ്കരിക്കാനൊന്നും പറ്റില്ല. നിയമദൃഷ്ട്യാ ദിലീപ് ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമാണ്. അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് കോടതി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാൾ അഭിനയിച്ച സിനിമ ലോകത്താരും കാണരുത്, അഥവാ കാണണമെങ്കിൽ തന്നെ ആരും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ പാടില്ല. നല്ല അഭിപ്രായം പറയുന്നവരൊക്കെ ഞങ്ങൾ ബഹിഷ്കരിച്ച് കളയും, ഞങ്ങൾ മൂക്കിൽ വലിക്കും എന്നൊക്കെ പറയുന്നത് അതാണ് ശരിക്കും ഫാസിസം. അത് ഫാസിസം മാത്രമല്ല, ശരിക്കും പറഞ്ഞ സാംസ്കാരിക ഗുണ്ടായുസവും കൂടിയാണ്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ഗ്രഹിതവുമില്ലാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ നയിച്ചുകൊണ്ട് വരുന്നത്. മാത്രമല്ല അവർക്ക് ഇത് മാത്രമല്ല, അതിൻ്റെ പുറകിൽ അന്തർലീനമായ വേറെയും അജണ്ടകളുണ്ട്. അത്രേ ഉള്ളൂ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.